സൊഹ്റാൻ മംദാനിയുടെ വിജയമൊക്കെ ആഘോഷിച്ചു. പക്ഷേ ഇതിനിടയിൽ ഒരു മലയാളി കൂടി മേയർ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതും രണ്ടാമത്തെ തവണയാണ് അവിടെ മേയർ ആകുന്നത്. റോബിൻ അല്ലെ? ഈ റോബിൻമാരൊക്കെ ലോകം ഭരിക്കുകയാണല്ലോ. അതാണ് റോബിൻ ശർമ്മ, റോബിൻ തിരുമല, റോബിൻസന്മാർ ഒത്തിരി പേരുണ്ട്. റോബിൻമാർ ഒരുപാട് പേരുണ്ട്. ഇന്നലെ നമ്മള് സൊഹ്റാൻ മംദാനിയുടെ വിജയം അത് വലിയ തോതിൽ ആഘോഷിച്ചിരുന്നു. സോഷ്യൽ മീഡിയ ശരിക്കും അങ്ങ് ആഘോഷിച്ച ഒരു വലിയ വിജയമായിരുന്നത്. ആ വിജയത്തിനെ കുറിച്ച് മറ്റു ചില പരാമർശങ്ങളും ഉണ്ടായിരുന്നു ചില കോണുകളിൽ നിന്ന്. അതിനകത്ത് സാങ്കത്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു ആദ്യത്തെ ഏഷ്യൻ വംശജനാണ്, ആദ്യത്തെ ഒരു മുസ്ലിം മേയറാണ് എന്ന് ഒരു വാർത്ത വന്നിരുന്നു. അപ്പോൾ ആ വാർത്ത ശരിയുമാണല്ലോ. അപ്പോൾ അദ്ദേഹം ഒരു ഇന്ത്യ വിരുദ്ധനാണ് എന്ന നിലയ്ക്കൊക്കെയുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചില നിലപാടുകളൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. മോദി വിരുദ്ധനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇസ്രായേൽ വിരുദ്ധനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ നിലപാടുകളാണ്. അത് മീര നായരും അങ്ങനെ തന്നെയാണ്. മീര നായരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് അവരുടെ രാഷ്ട്രീയം. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ഇസ്ലാം മതവിശ്വാസിയായ ഒരാൾ അമേരിക്കയിൽ മേയറായി എന്ന നിലയ്ക്ക് അത് വലിയ തോതിൽ ആഘോഷിച്ചു. സന്തോഷം, അത് നല്ലതല്ലേ? ഏത് മതസ്ഥനായാലും ആരായാലും. അവർക്ക് ഹമാസ് കേന്ദ്രങ്ങളിൽ നിന്ന് ഫണ്ട് വന്നിരുന്നു എന്നുള്ളത് തന്നെയാണ് ആരോപണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെ നിൽക്കട്ടെ. എന്തായാലും അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ മലയാളിക്ക് ഏതായാലും ആഹ്ലാദിക്കാനുള്ള അധികം വലിയ ചർച്ചയായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇന്നലെ മറുനാടൻ മലയാളി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. സാജൻ സ്കറിയ ഒരു മലയാളിയുടെ ഒരു വിജയം കാണാതെ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഞാൻ അപ്പോഴാണ് ഈ കാര്യം വാർത്തയിൽ കണ്ടിരുന്നു. ചെറിയൊരു വാർത്തയായിരുന്നു. അപ്പോഴാണ് ഇത് കൂടുതൽ ശ്രദ്ധിച്ചത്. എൻ്റെ പേരുകാരനായിട്ടുള്ള ഒരാൾ കൂടിയാണ്. റോബിൻ ജെ ഇലക്കാട്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മിസോറി സിറ്റിയുടെ മേയറാണ്. അപ്പൊ അദ്ദേഹം മലയാളി കുടിയേറ്റക്കാരൻ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച ആവേശകരമായിട്ടുള്ള ഒരു കഥ കൂടിയാണല്ലോ. അപ്പൊ നമുക്കൊരാൾ ഒരു രണ്ടാമത്തെ ഒരു ഇന്ത്യക്കാരൻ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് തൊട്ടു മുമ്പ് ഈ ചരിത്രം കുറിച്ച വെർജീനിയയിലേക്ക് കുടിയേറിയ, ഹൈദരാബാദിൽ നിന്നും വെർജീനിയയിലേക്ക് കുടിയേറിയ ഒരു ഇന്ത്യൻ വംശജ, മുസ്ലിം വംശജയായിട്ടുള്ള നമ്മൾ ഈ മുസ്ലിം വംശജ, ക്രിസ്ത്യൻ വംശജൻ എന്നൊക്കെ പറയുന്നത് തന്നെ വലിയ ഒരു ബോറായിട്ട് പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഇയാൾ ക്രിസ്ത്യാനിയാണെന്ന് ഒരിക്കലും പറയാറില്ല. മുസ്ലിം ആണെങ്കിൽ ഉടനെ തന്നെ മുസ്ലിം എന്ന് എടുത്തു പറയുന്നത് ആ പരിപാടി അത്ര നല്ലതല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ പറയേണ്ടതില്ലെന്നാണ്. ഒരാൾ എന്ന് പറയുന്നത് തന്നെയാണ് നല്ലത്. എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഇന്ത്യൻ വംശജയായിട്ടുള്ള ഗസാല ഹാഷ്മി, അവർ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചു. അവർ ഈ തരത്തിൽ ഇവിടുന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവർ വെർജീനിയയിൽ ഡെപ്യൂട്ടി ഗവർണറായിട്ട് അവർ തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. അപ്പോൾ അതൊരു വലിയ ചരിത്ര മുഹൂർത്തമാണ്. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ഈ റോബിൻ ജെ ഇലക്കാട്ട് എന്ന ഈ വ്യക്തി ആവേശകരമായി കടന്നുവരവ് നടക്കുന്നത്. അപ്പോൾ ടെക്സാസിലെ പ്രമുഖ നഗരമാണ് മിസോറി സിറ്റി. അപ്പോൾ അവിടുത്തെ മേയറായിട്ടാണ് റോബിൻ രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് റോബിൻ ഒരിക്കൽ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഇന്ത്യൻ സമൂഹത്തിന്, മലയാളി പ്രവാസികൾക്ക് വലിയ സന്തോഷകരമായൊരു കാര്യമാണ് അത്. അവിടുത്തെ സാമൂഹ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ സജീവമായിട്ടുള്ള ഇടപെട്ടിട്ടുള്ള ഒരാളാണ്. കേരളത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ കേരളത്തിൽ നിന്നും വേരുകൾ പതിഞ്ഞു കിടക്കുന്നത് കോട്ടയം ജില്ലയിലെ കുറുമല്ലൂർ ഗ്രാമത്തിലാണ്. കോട്ടയം ജില്ലയ്ക്ക് അടുത്തുള്ള, സിറ്റിക്ക് അടുത്തുള്ള കുറുമല്ലൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. അവിടെ നിന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഫിലിപ്പ് ഇലക്കാട്ടിനും മേലിയാമ്മ ഫിലിപ്പിനും ഒപ്പം ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് കുടിയേറുന്നത്. അപ്പോൾ ഈ കുടുംബം, ഡോക്ടർ ടീനയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. അവർ ചങ്ങനാശ്ശേരിയിൽ, അവർക്കും പേരുണ്ട്, മലയാളിയായിട്ടുള്ള ഡോക്ടർ ടീനയാണ് ഭാര്യ. 2 പെൺകുട്ടികളുണ്ട്. അപ്പോൾ അമേരിക്കൻ രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിൻ്റെ വളർച്ചയും നാഴികക്കല്ലുകളും പരിശോധിക്കുമ്പോൾ ഭരണരംഗത്ത് പതിറ്റാണ്ടിലേറെ പരിചയമുള്ള ഒരാളാണ് റോബിൻ. അപ്പം 10 വർഷത്തിലേറെയായി പരിചയമുണ്ട് അദ്ദേഹത്തിന്. ആദ്യം അദ്ദേഹം 2009-2015 കൗൺസിൽ അംഗമായിട്ടാണ് അദ്ദേഹം പ്രവർത്തനം ആരംഭിക്കുന്നത്. മിസോറി സിറ്റിയിലെ ഡിസ്ട്രിക്ട് സി കൗൺസിൽ അംഗമായി, സി കൗൺസിൽ അംഗമായി. എനിക്ക് തോന്നുന്നത് സി കഴിഞ്ഞിട്ട് ബിയിലേക്കും പിന്നെ എയിലേക്കുമാണ് വരേണ്ടതെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ സേവനം അനുഷ്ഠിച്ചിട്ട് പിന്നീട് മേയറായിട്ട് സ്ഥാനമേറ്റു. 2020 ഡിസംബർ 21 അദ്ദേഹം ആദ്യമായിട്ട് മേയറാവുന്നത് ആ സമയത്താണ്. അവിടുത്തെ 12ാമത്തെ മേയറായിട്ടാണ്, മിസോറി സിറ്റിയിലെ 12ാമത്തെ മേയറായിട്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. പിന്നീട് വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നു. വീണ്ടും രണ്ടാമത് നടന്ന തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം വീണ്ടും എലക്ട് ചെയ്യപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ സ്വീകാര്യതയ്ക്കുള്ള
വലിയൊരു തെളിവായിട്ടാണ് ഇത് കാണുന്നത്. അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് ഭരണകാര്യങ്ങളിലുള്ള കാഴ്ചപ്പാടുകളാണ്. വികസനമാണ് മുഖ്യധാര എന്നും മേയർ എന്ന നിലയിൽ റോബിൻ എലക്കാട്ട് നഗരത്തിന്റെ അടിസ്ഥാന വികസനത്തിന് ഊന്നൽ നൽകിയെന്നാണ് വോട്ടേഴ്സിനിടയിലുള്ള അയാളെക്കുറിച്ചുള്ള അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള അടിസ്ഥാന വികസനങ്ങളാണ് ഈ ടെക്സാസിലെ പാർക്ക് വേ, ടെക്സാസ് എന്ന് പറഞ്ഞാൽ നഗരം ചെറിയ നഗരമല്ല, വലിയ നഗരമാണ്. അപ്പോൾ അവിടെ ന്യൂയോർക്ക് പോലെ തന്നെ അവിടെ പാർക്ക് വേ പിന്നെ പോലുള്ള ഒരുപാട് പിന്നെ റോഡ് നിർമ്മാണങ്ങൾ, കോറിഡോർ നവീകരണങ്ങൾ പോലുള്ള വലിയ വഴിത്തിരിവായ, കാരണം അവിടുത്തെ ഈ വലിയ ഗതാഗത കുരുക്കുകളൊക്കെ കുറയ്ക്കാനായിട്ട് അത് സഹായിച്ചിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മുഖമുദ്രയായിട്ട് ഉള്ളത്. കേരളത്തെ അദ്ദേഹം ഒരുപക്ഷെ പാഠം ഒരു മാതൃകയായിട്ട് എടുത്തിട്ടുണ്ടാവും. ആ മാതൃക എന്താണ്, ഇവിടെ എങ്ങനെയാണ് ഗതാഗത കുരുക്കുകൾ ഉണ്ടാവുന്നത്, അത് അഴിക്കാനുള്ള മാർഗങ്ങൾ എന്താണെന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും അതിന് അദ്ദേഹം ആ മാതൃക നമുക്ക് സ്വീകരിക്കാവുന്ന അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ ഭരണത്തിലുള്ള അദ്ദേഹത്തിന്റെ നയം എന്ന് പറയുന്നത് ഇദ്ദേഹം പൊതു പങ്കാളിത്തം പിന്നെ എടുത്തിട്ടുണ്ട്. മറ്റുള്ളവരുടെ പബ്ലിക് എൻഗേജ്മെന്റ് കൂട്ടിയിട്ട് അതിന്റെ മൂല്യത്തെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ഭരണം മുന്നോട്ട് കൊണ്ടുപോയത്. അതാണ് പിന്തുടരുന്നത്. നഗരവാസികൾക്ക് മികച്ച സേവനം ഉറപ്പാക്കുക, നഗരത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. സാമ്പത്തിക രംഗത്തും അദ്ദേഹം ഒരുപാട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് ഒരു കുടിയേറ്റ സമൂഹത്തിന്റെ വലിയ വിജയമായിട്ട് വേണം ഇതിനെ കാണാൻ. ലോകത്തിലെ ഏറ്റവും വൈവിധ്യമാർന്ന നഗര സമൂഹങ്ങളൊന്നാണ് മിസോറി സിറ്റി. വലിയ സിറ്റിയാണ്. ആ സിറ്റിയെ നയിക്കാൻ ഒരു മലയാളി കുടിയേറ്റക്കാരൻ തിരഞ്ഞെടുക്കപ്പെട്ടത് അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. നമുക്ക് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു അമേരിക്കൻ ഡ്രീം യാഥാർത്ഥ്യമായതിന്റെ തിളക്കം, നമുക്കൊക്കെ ഒരു അമേരിക്കൻ ഡ്രീം ഉണ്ട് അല്ലെ? നമ്മുടെയൊക്കെ യുവതലമുറയ്ക്ക് ഒരു അമേരിക്കൻ ഡ്രീം ഉണ്ട്. ആ ഡ്രീം ഇപ്പോൾ നിലവിലുണ്ടോ? പ്രജിതയ്ക്ക് എന്താ തോന്നുന്നത്? ഇപ്പൊ അത് കുറവായിരിക്കാനാണ് സാധ്യത. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇനിയും ബന്ധം ഊഷ്മളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സ്കോപ്പ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ രംഗത്തേക്ക് അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് ഒരു മേയർ പദവിയോ മറ്റേതെങ്കിലുമോ, അതല്ലെങ്കിൽ സോഹ്രാൻ മംദാനിയെ പോലുള്ള ഒരാളുകൾ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിരുന്നോ? സോഹ്രാൻ മംദാനിയുടെ പ്രസംഗം കേട്ടിരുന്നോ? ഭയങ്കര ആവേശം ഉണ്ടാക്കുന്ന ആവേശകരമായ ഒരു പ്രസംഗമാണ്. അത് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രസംഗത്തിന് അത്തരത്തിലൊരു ആവേശം അദ്ദേഹം ശരിക്കും കമ്മ്യൂണിസ്റ്റ് അല്ല, താനൊരു കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറയുന്നുണ്ട്. അത് ട്രംപിന്റെ ആരോപണമാണ്. സോഷ്യലിസ്റ്റ് ആണ്. അതെ, പക്ഷെ ആ ഒരു ചായ്വിലുള്ള പ്രസംഗമാണ്. അത്തരത്തിലുള്ള പ്രസംഗങ്ങൾ എന്നും ആളുകളെ ആകർഷിക്കാനുള്ള. അതെ 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 അതെ. ഞാനത് മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ പ്രസംഗം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണുന്ന ഒരാളാണ്. ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആ ആവേശകരമായ ആ പ്രസംഗം ഞാൻ കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഈ പ്രസംഗം എപ്പോഴും കോട്ട് ചെയ്യാറുണ്ട്. അപ്പം പ്രസംഗത്തെക്കുറിച്ചുള്ള ഒരു മികച്ച മാതൃകയായിട്ട്, ലോകത്തിന് മാതൃകയായിട്ട് നിൽക്കുന്ന ഒന്നാണ് മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ പ്രസംഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വളരെ ആവേശകരവും മാതൃകാപരവുമായിട്ട് ഒന്നായിട്ട് ഈ പറയുന്ന സോഹ്രാൻ മംദാനിയുടെ പ്രസംഗം അനുഭവപ്പെട്ടു. കാരണം വാക്കുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, പവർ ഓഫ് വേർഡ്സ് എന്നൊക്കെ പറയുന്നത് വലിയ സംഗതിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ നേതാവ് ഇന്ത്യയിൽ നിന്നും അവിടെ ഉദയം ചെയ്തു. നമുക്കിപ്പോൾ റോബിൻ ജെ ഇലക്കാട്ട് ഉദയം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ മറ്റേ ഡെപ്യൂട്ടി മേയർ ആയിട്ടുള്ള ഹൈദരാബാദിൽ നിന്നുള്ള ധീര വനിത ഗസാല ഹാഷ്മി അല്ലേ? ഗസാല ഹാഷ്മിയുടെ തന്നെ ജീവിതം നോക്കിയിട്ടുണ്ടെങ്കിൽ അവര് പിന്നെ ഇവിടെ നിന്ന് പോയ ഒരു 2 അച്ഛനും അമ്മയും ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ 4 വയസ്സുള്ളപ്പോഴാണ് അവരും പോയത് അങ്ങോട്ട്. അവരവിടെ ചെന്നിട്ട് പിന്നെ യൂണിവേഴ്സിറ്റി പഠനവും ബാക്കി കാര്യങ്ങളൊക്കെ PhD നേടി. ഹൈസ്കൂളിൽ പിന്നെ വലിയ തോതിൽ പ്രവർത്തിച്ചു. അവരെ സംബന്ധിച്ച് ഒരു കാര്യം പറയുന്നത്, അവര് ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഈ വർണ്ണവെറി നന്നായി അനുഭവിച്ചിരുന്ന, അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിരുന്ന, പഠനകാലത്തൊക്കെ അത് അനുഭവിച്ചിരുന്ന ഒരാളാണ് ഗസാല ഹാഷ്മി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരെക്കുറിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് നമ്മുടെ ഒരു മണ്ണിൽ നിന്ന് പോയ പുത്രിമാർ, പ്രത്യേകിച്ച് മലയാളി പുത്രന്മാർ, റോബിൻ ജെ ഇലക്കാട്ടിനെ പോലുള്ള ആളുകൾ, സോഹ്രാൻ മംദാനിയെ പോലുള്ള ആളുകൾ, അവർ ഏത് രാഷ്ട്രീയം പ്രതിനിധീകരിക്കട്ടെ, അവർ ഏത് മതത്തെയും പ്രതിനിധീകരിക്കട്ടെ, അവര് നമുക്ക് നൽകുന്ന ഒരു സന്ദേശം, നമുക്ക് അവിടെ എത്താൻ പറ്റും. ഏതൊരു മനുഷ്യനും ഇത്തരത്തിലുള്ള വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും എന്നുള്ള സന്ദേശമാണ് നൽകുന്നത്. എന്തായാലും റോബിൻ ജെ ഇലക്കാട്ടിന് നമ്മുടെ എല്ലാ ആശംസകളും നേരാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.